സൂര്യണ്ണൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ ഈ വർഷം തിയേറ്റർ റിലീസിന് വന്ന വമ്പൻ സിനിമയാണ് കൺകുവ എന്ന് പറഞ്ഞ സിനിമ. ഹൈപ്പ് എന്ന് പറഞ്ഞ ഹൈപ്പ്, പ്രമോഷൻ എന്ന് പറഞ്ഞ പ്രമോഷൻ, എല്ലാ രീതിയിലും തിയേറ്റർ റിലീസിന് വന്നിട്ട് വലിയ ദുരന്തം കളക്ഷനിലാവട്ടെ അവസാനിച്ച സിനിമയാണ് കൺകുവ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമേൻ്റെ ഫൈനൽ കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം. അതിന് പക്ഷേ എല്ലാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ശിവ ആൻഡ് ടീമാണ് സിനിമ ഡയറക്ഷനും തിരക്കഥയും എഴുതിയിരിക്കുന്നത്. അവർക്ക് ഒന്നാമത്തെ അപ്ഡേറ്റിൽ അവരുടെ സ്ക്രിപ്റ്റിൽ കഴിഞ്ഞ സിനിമകളൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അതേ പാറ്റേൺ, അതേ ക്ലീശ ഐറ്റം, ഒരു ചേഞ്ചും ഇല്ലാത്ത ഡയറക്ടറും റൈറ്ററും. എന്തായാലും പടം കയ്യിൽ നിന്ന് പോയി. പടത്തിൻ്റെ ഫൈനൽ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 37 കോടി വരെ കളക്ട് ചെയ്യാൻ സാധിച്ചത് എന്തോ വലിയ ഭാഗ്യം. ഇനി ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ നോക്കുകയാണെങ്കിൽ വെറും 16 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 6.5 കോടിയെങ്കിലും ഉണ്ട് അറ്റ്ലീസ്റ്റ്. ഇനി കർണാടകയിൽ നോക്കുകയാണെങ്കിൽ അതുമില്ല, തികച്ച് 5 കോടി എങ്ങാണ്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ മറ്റിടത്തുനിന്ന് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 16.5 കോടി കാണുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ 81 കോടിനടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമേൻ്റെ ഇന്ത്യയിലെ പുറത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓവർസീസിലെ കളക്ഷൻ ഓൾമോസ്റ്റ് 24 CR എങ്ങാണ്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് 105 CR അല്ലെങ്കിൽ 105 കോടിയാണ് സിനിമ കളക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന് ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 350 കോടീൻ്റെ മുകളിലെങ്ങാണ്ടാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഗ്രീൻ സ്റ്റുഡിയോസിൻ്റെ ബാനറിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസറിന് നല്ല രീതിയിലാണ് നഷ്ടം കൊടുത്തിരിക്കുന്നത്. ഇനി ബിസിനസ് കളക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് എങ്ങനെ പോയാലും ഒരു വലിയൊരു സംഖ്യ തന്നെയായിരിക്കും സിനിമയുടെ പ്രൊഡ്യൂസറിന് നഷ്ടമായിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് പടത്തിൻ്റെ ഈ ഒരു നഷ്ടം എങ്ങനെ നിരത്തുമെന്ന് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനീൻ്റെ അടുത്ത സിനിമയിലൂടെ കാത്തിരിക്കാൻ നമുക്ക്. ആ പ്രൊഡക്ഷൻ കമ്പനീൻ്റെ അടുത്ത പടത്തിനായിട്ട് എന്തായാലും സൂര്യണ്ണൻ്റെ ഈ ഒരു വിഷമം മാറ്റിയെടുക്കാനായിട്ട് സൂര്യ 45 എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട്. നമ്മുടെ കാർത്തിക് സുബരാജ് സംഭവം. ആ സംഭവം എന്തായാലും കത്തിക്കയറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട് നമ്മുടെ കാർത്തിക് സുബരാജിൻ്റെ. മൂപ്പർക്കറിയാം എങ്ങനെ പടം എടുക്കണമെന്ന്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സൂര്യണ്ണൻ്റെ ഇനി വരാൻ പോകുന്ന കിഡ്ലിൻ സിനിമകൾക്കായിട്ടും കിഡ്ലിൻ പ്രൊജക്റ്റിനായിട്ടും. എന്തായാലും എൻ്റെ ഒരു നിരാശ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ 2 വർഷം ഈ ഒരു കൺകുവ എന്ന് പറഞ്ഞ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തത് എത്ര വലിയ ഒരു മണ്ടത്തരമായിരുന്നു അത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് അദ്ദേഹത്തിന് വരാൻ പോകുന്ന കിഡ്ലിൻ സിനിമകൾക്കായിട്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇൻബോക്സ് ചെയ്യപ്പെടുക. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്. സിനിമ എന്തായാലും ഒരു ഫ്ലോപ്പ് തന്നെയാണ്, ഹിറ്റ് പോലും അറ്റ്ലീസ്റ്റ് ഇല്ല സിനിമയ്ക്ക്. ഹേ യോ യോ പിടിച്ചത് ഞാൻ താ, ഹേ ഹേ മുട്ടിച്ചത് ഞാൻ താ. കഴിക്കൂ ഓറിയോ ബിസ്ക്കറ്റ് സന്തോഷത്തിനായിട്ട് ഒരു ചിരി, കഴിക്കൂ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് സന്തോഷത്തിനായിട്ട് ഒരു ചിരി, കാർത്തീനെ പോലെ ചിരിക്കൂ.